ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയും. അറിയാവുന്നതാണെങ്കിൽ ഉത്തരം പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പിന്നെന്താ പറയാലോ. അപ്പോൾ UK വിസ തട്ടിപ്പിൽപ്പെടാതെയും പണം കൊടുക്കാതെയും എങ്ങനെ ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു ജോലി കണ്ടു? നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു. ഭയങ്കര കോൺട്രോവേഴ്ഷ്യലാണ് ക്വസ്റ്റ്യൻ. എന്നാലും കുഴപ്പമില്ല. അറിയാവുന്നത്, എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും എൻ്റെ അറിവ് വെച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ട്രൈ ചെയ്തപ്പോൾ NHSലാണ് ട്രൈ ചെയ്തത്. ഞാൻ ഏജൻസി ത്രൂ ഒന്നും അല്ല ട്രൈ ചെയ്തത്. ഞാൻ ഡയറക്റ്റ് സൈറ്റിൽ കയറി, വെബ്സൈറ്റ് ഗവൺമെൻറ് ഓഫ് UKയുടെ വെബ്സൈറ്റിൽ കയറി ഹോസ്പിറ്റലിലെ വേക്കൻസി നോക്കി അങ്ങനെയാണ് ട്രൈ ചെയ്തത്. അപ്പോൾ അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച്, അതായത് ഈസി ഇൻ ദ സെൻസ് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, പൈസ നഷ്ടമില്ലാതെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ജോബിലോട്ട് വരാൻ പറ്റും. അതേസമയം ഏജൻസി ത്രൂ വരുന്ന ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് കുട്ടികളുണ്ട്. അതായത് ഇപ്പം ഹെൽത്ത് കെയറായിട്ട് വരുന്ന കുട്ടികളുണ്ട്, നഴ്സസായിട്ട് വരുന്നവരുണ്ട്, ഡോക്ടേഴ്സ്. ഇപ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷനിൽ വരുമ്പോൾ നഴ്സസിനെ മാത്രമല്ല UK എടുക്കുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, ലാബ് ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെയും അവരെടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഗവൺമെൻറ് റിലേറ്റഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെക്ടറിലേക്ക് നമുക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഗവൺമെൻറ് ഓഫ് UKയുടെ ഷോർട്ട് ലിസ്റ്റഡ് ജോബ് ലിസ്റ്റിലുണ്ടായിരിക്കണം. അതൊരു കമ്പൾസറി തിങ് ആണ്. അത് പലർക്കും അറിയില്ല. ബിക്കോസ് എല്ലാവരുടെയും വിചാരം ഇങ്ങനെ എങ്ങനെയെങ്കിലും UKയിലേക്ക് വരിക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഉദ്ദേശം. അപ്പോൾ ഏതെങ്കിലും ഏജൻസിയിലോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റിലോ കാണുന്ന ഒരു ജോബ് വെച്ചിട്ട് ട്രൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കും. അപ്പോൾ കുറേ ആളുകൾക്ക് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സർവീസ് ചാർജ് വാങ്ങിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സർവീസ് ചാർജൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് ഓഫ് UK ഇപ്പോൾ ഒരു ഹെൽത്ത് സെക്ടറിലേക്ക് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ ഒക്കുപ്പൈ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ആർ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് മണി. അവർ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് നമ്മളെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്തിലിപ്പോൾ ശരിക്കും കോവിഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഹെൽത്ത് സർചാർജ് പോലും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്രയും പോലും പൈസ നമുക്ക് നഷ്ടമില്ലാതെ, ഒരു പൈസയും നഷ്ടമില്ലാതെ ഫ്രം IELTS ഓൺവേർഡ്സ് നമുക്ക് റീഫണ്ട് ചെയ്തിട്ടാണ് ഗവൺമെൻറ് ഇവിടെ എടുക്കുന്നത്. പക്ഷേ ഇപ്പം ചില ഏജൻസികൾ എന്താ പറയുക, ഇപ്പോൾ കെയറർ വിസ, ഏറ്റവും കൂടുതൽ തട്ടിപ്പ് വരുന്നത് കെയറർ വിസയാണ്. നഴ്സുമാർക്ക് തട്ടിപ്പുകളൊക്കെ വരാറുണ്ട്, പക്ഷേ അത് സാധാരണയല്ല. ഇപ്പോൾ ഒത്തിരി എല്ലാവരും ഒരുമാതിരി ആൾക്കാരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയി, അതിനെപ്പറ്റി അത്തിരി അവയർനെസ് ഒക്കെ ആയി ഒരുപാട്. അപ്പോൾ അത് വലിയ പ്രശ്നമില്ല. പക്ഷേ കെയറേഴ്സിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് കെയറർ ജോബ് കിട്ടുമ്പോൾ അതിനകത്തിൽ ആളുകൾ പറയും IELTS വേണ്ട, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, നിങ്ങൾക്ക് ഒന്നും വേണ്ട. പക്ഷേ ഇവിടെ ഒരു വിസ നമ്മൾ ട്രൈ ചെയ്യണമെങ്കിൽ അതൊരു പ്രോപ്പർ വേയിലാണെങ്കിൽ, പ്രോപ്പർ ചാനൽ ത്രൂ ആണെങ്കിൽ, നമ്മളൊരു വിസയ്ക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ Tier 2 വിസ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പും വേണം. അപ്പോൾ യൂഷ്വലി ഈ കെയറർ വിസ നമ്മളിപ്പോൾ പൈസ കൊടുത്തെടുക്കുന്നത്, ഞാനതിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല ഒരിക്കലും, പക്ഷേ പൈസ കൊടുത്തെടുക്കുന്നവരുണ്ട്. നേരത്തെ UKയിൽ ഒരുപാട് വേക്കൻസീസ്, ഇപ്പോഴും സ്റ്റിൽ വേക്കൻസീസ് ഓൺ ഗോയിങ് ആണ്. പക്ഷേ UKയിൽ നേരത്തെ ഒരുപാട് വേക്കൻസീസ് ഉള്ളപ്പോൾ കുറേ കെയർ ഹോംസ് വിസ പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കെയർ ഹോംസ്, അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കെയർ ഹോംസിലൊന്നും പൈസ വാങ്ങിച്ചിട്ട് അവർ വിസ കൊടുക്കത്തില്ല. അത് ഡെഫിനറ്റാണ്. അല്ലാതെയുള്ള ചില കെയർ ഹോംസിൽ അവർ പൈസ വാങ്ങിച്ചിട്ട് വിസ കൊടുക്കും. പക്ഷേ അതിനകത്തിൽ ഒരു 90% തട്ടിപ്പായിരിക്കും. 10% പേർക്ക് കിട്ടും. അത് മെയിൻലി ഇപ്പം നമ്മളുടെ നാട്ടിൽ നിന്ന് വരുന്നത് ഭയങ്കര തട്ടിപ്പാണ്. ഇവിടെയുള്ള സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പൈസ കൊടുത്തിട്ട് അവർക്ക് വിസ എടുക്കാൻ പറ്റാറുണ്ട്. 5000 പൗണ്ട് കൊടുത്ത് എടുക്കുന്നവരുണ്ട്. അപ് ടു എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അങ്ങനെ കൊടുത്തെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ തട്ടിപ്പിൽ പെടുന്ന, ഞാൻ IELTS പഠിപ്പിച്ച സമയത്ത് പഠിപ്പിച്ച ഒരു കുട്ടി റീസെൻ്റ്ലി ഇവിടെ വന്നിട്ട് തിരിച്ച് 8 മന്ത്സിൽ തിരിച്ചു പോയി. കാരണം ആ കുട്ടി വന്നത്, അവൾ നേഴ്സാണ്, അവൾക്ക് IELTS എഴുതാൻ വയ്യാന്ന് പറഞ്ഞ് മടിയായിട്ട് കെയറർ വിസ ജോബ് നോക്കി വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ ഒരു 8 lakhs 9 lakhs കൊടുത്തിട്ട് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ അത് കൊടുത്തത് തന്നെ പല അക്കൗണ്ടിലാണ്. സോ ഒരു പ്രൂഫില്ല. നമ്മളൊരാൾക്ക് പൈസ കൊടുത്തതിന് ഒരു പ്രൂഫ് പോലും ഇല്ല. അപ്പോൾ അതെല്ലാം പൈസ എല്ലാം പോയി. ഇവിടെ വന്ന് ജോബും പോയി. ഇമിഗ്രേഷൻ എന്തോ
പ്രശ്നമായി. ആ കുട്ടി തിരിച്ച് നാട്ടിൽ പോയി. ആ പൈസയും നഷ്ടമായി, ജോലിയും നഷ്ടമായി, തിരിച്ച് നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ NHS അല്ലാതെ ഇപ്പോൾ NHS ജോബ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് ട്രാൻസ്പെറൻസി കൂടുതലാണ്. അപ്പോൾ അല്ലാണ്ട് നമ്മളൊരു കെയറർ ജോബ് അല്ലെങ്കിൽ ഒരു കെയർ ഹോം വിസ അങ്ങനെയൊക്കെ എടുത്തു വരുമ്പോൾ ആളുകൾ പറയാറുണ്ട് കെയർ ഹോം വിസയ്ക്ക് വലിയ എന്താ പറയുക ഷുവർട്ടി ഇല്ല, അല്ലെങ്കിൽ അതൊരു സെക്യൂർ അല്ല എന്ന്. അത് സെക്യൂർ ആണ്, ഓൾവേസ് സെക്യൂർ ആണ്. കാരണം ആ കെയർ ഹോമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കെയർ ഹോം നല്ല ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു നല്ല ഫേമിലുള്ളവരാണ് എങ്കിൽ ഡെഫിനറ്റ്ലി ആ കെയർ ഹോമിലെ വിസ വാലിഡ് ആണ്, സെക്യൂർ ആണ്. അതായത് അവരുടെ CQC ക്വാളിറ്റി, അതായത് CQCയുടെ ചെക്കിംഗ് നോക്കണം. അപ്പോൾ A ആണോ B ആണോ, അല്ലെങ്കിൽ അവർ ഗുഡ് ആണോ അല്ലെങ്കിൽ എക്സലൻ്റ് ആണോ, ഏതാണെന്ന് ബേസ് ചെയ്തിരിക്കും അവരുടെ വിസയുടെ കൊടുക്കുന്നത്. ഇപ്പോൾ ശരിക്കും നല്ലൊരു UKVAയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ കെയർ ഹോമിൻ്റേത് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അവരുടെ CQC, അവരെ എത്രത്തോളം അവരെ റേറ്റ് ചെയ്തിട്ടുണ്ട്. CQC ഇവിടെ എല്ലാ കാര്യങ്ങളും CQC റേറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഹെൽത്ത് കെയറിൽ മെയിനായിട്ടും, എല്ലാത്തിലും അതെ, ഹെൽത്ത് കെയറിൽ മെയിനായിട്ടും CQC എങ്ങനെ റേറ്റ് ചെയ്തോ. CQC വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇന്ന് ഇത് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കെയർ ഹോം അടച്ചു കൂട്ടേണ്ടി വരും. അപ്പോൾ അതിന് വകയില്ലാത്ത ഒരു കെയർ ഹോമാണ്, അവർ നല്ല എക്സലൻസി ആണ് അവരുടേതെങ്കിൽ, അവരുടെ സർവീസ് പ്രൊവൈഡർ എങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് വിസ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഞാനിപ്പോൾ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വിസ 3 ഇയേഴ്സ് വിസയായിരുന്നു. സോ അതിനി എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് 5 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഓൾറെഡി ഇപ്പോൾ 5 ഇയേഴ്സ് ആകുന്നുണ്ട്. പക്ഷേ എന്നാലും അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, 5 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ദെൻ നമുക്ക് ഇൻഫിനിറ്റ് ലീവ് ടു റിമൈൻ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാം കെയർ വിസയിൽ. പക്ഷെ അത് കെയറർ വിസയല്ല, അത് നേഴ്സിൻ്റെ വിസയാണ്. കെയറർ വിസയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് 5 ഇയേഴ്സ് വിസ കിട്ടിയിട്ട് വരും. പിന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കുക. എപ്പോഴും നമ്മൾ UKVAയുടെ വെബ്സൈറ്റിൽ കയറി ഷോർട്ട് ലിസ്റ്റഡ് ജോബ്സിൽ നിങ്ങളുടെ ജോബ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഏത് ഏജൻസി ആയിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അവിടോട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, 2 രീതിയിലുണ്ട്. ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ്സ് ഉണ്ട്, അഡൾട്ട് സോഷ്യൽ കെയർ ജോബ്സ് ഉണ്ട്. രണ്ടും രണ്ടാണ്. ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അത് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോം കെയറിലാണ് വരുന്നത്. മറ്റുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലിവ് ഇൻ കെയറായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കെയർ ഹോംസിൽ കെയറായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഏത് ജോലി ആയാലും കറക്റ്റായിട്ടും UKVAയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ആ ഡീറ്റെയിൽസ് നോക്കാതെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കാശ് വെറുതെ കൊടുത്ത് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതാകരുത്. എന്താണ് ഇവരുടെ ഇപ്പോൾ NHS ഒക്കെയാണെങ്കിൽ എല്ലാവർക്കും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അറിയാം. അല്ലാതെ കെയർ ഹോമിൽ വരുന്ന ഒരു ഇപ്പോൾ കെയർ അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു ശരിക്കുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ലിവ് ഇൻ കെയറർ ആണെങ്കിൽ, ഇപ്പോൾ ഒരാളെ വീട്ടിൽ പോയി ഫുൾ ടൈം അവരുടെ കൂടെ നിന്ന് കെയർ ചെയ്യേണ്ടതാണെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടുന്ന ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ സപ്പോർട്ട് ഫുള്ള് കൊടുക്കണം നമ്മൾ. ആസ് എ കെയറർ നമ്മൾ അവർക്ക് ഇത്രയും സപ്പോർട്ട് കൊടുക്കണം. ഇനി നമ്മളൊരു കെയർ ഹോമിലാണ് കെയററായിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടീസ് റേഞ്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതായത് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിന് ഹെൽപ്പ് തൊട്ട് ഇമോഷണൽ സപ്പോർട്ട് വരെ റേഞ്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നമുക്കുണ്ട്. അതിനകത്തിൽ ഡോക്യുമെൻറ്റേഷൻസ് വരും, അതിൽ നമുക്ക് പേഴ്സണൽ കെയർ വരും. പേഴ്സണൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എപ്പോഴും നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ നിർബന്ധമാണ്. അത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റില്ല. ഓരോ ആളുകൾക്കും സെപ്പറേറ്റ് കെയർ പ്ലാൻസ് ഉണ്ടാകും. ആ കെയർ പ്ലാൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന കെയർ പേഴ്സൺ സെൻറ്റേർഡ് ആയിട്ട് ചിലപ്പോൾ 3 hourly പാഡ് ചേഞ്ച് ചെയ്യേണ്ടുന്നവരുണ്ടാകും, ചിലപ്പോൾ 2 hourly പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കുളിക്കേണ്ടുന്നവരുണ്ടാകും. അത് അവരുടെ ഇഷ്ടമാണ്. സോ അവരുടെ ഇഷ്ടം എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കെയററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുക. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ നഴ്സ് ഇൻചാർജിനെ നമ്മൾ ഇൻഫോം ചെയ്യുക. പിന്നെയുള്ള കാര്യം, ഇപ്പോൾ പുറത്ത് പോകണം, ചില റെസിഡൻസ് പുറത്ത് പോകുന്നവരാണെങ്കിൽ അവരുടെ കൂടെ പോകേണ്ടുന്ന അക്കമ്പനി ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ അവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, അക്കമ്പനി ചെയ്യണമെങ്കിൽ നമ്മൾ അക്കമ്പനി ചെയ്യണം. അവരുടെ കൂടെ പോകണം, പുറത്ത് പോകണം, അവരുടെ
ഈ പറഞ്ഞതുപോലുള്ള പിന്നെ അവരെ കുറേ ആക്ടിവിറ്റീസിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതായത് അവരിപ്പോൾ ഒരു കെയർ ഹോമിൽ വന്ന് താമസിക്കാന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട്, അതായത് 24 hours അവർ അവിടെയാണ്, അവരുടെ ആ റൂം മാത്രമായിട്ട് അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെ നമ്മൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ ലൗഞ്ചിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുറത്ത് ഗാർഡനിൽ കൊണ്ടുപോയി ഒരു വോക്കിന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് അവർക്ക് എന്താണോ ഇഷ്ടം. നമ്മൾ അവരൊരു അഡ്മിഷൻ വരുമ്പോൾ തന്നെ ഒരു നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ലൈക്സ് ഡിസ്ലൈക്സ്, അവരുടെ ഒരു മീനിങ് ഫുൾ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ട് വന്നത്, അവരുടെ യങ്ങർ ഏജിൽ അവരെന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഇൻട്രസ്റ്റ്, എന്തൊക്കെയാണ് അവരുടെ ഹോബീസ്, അതെല്ലാം നമ്മൾ കെയർ പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കെയർ ഹോമിലെ ഓരോ റെസിഡൻറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കെയർ പ്ലാൻസ് ഉണ്ടാകും എല്ലാ കാര്യങ്ങളെ പറ്റിയും. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കുക. അതാണ് ഒരു കെയർ വർക്കറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി. ഒരു ഈ രംഗത്ത് വിസ അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച്.